വി.ഡി. സതീശനെ മുഖ്യമന്ത്രി തെരഞ്ഞെടുത്തതിന് പിന്നാലെ കേരളത്തിൽ ഏറ്റവും അധികം സന്തോഷത് UDF കോൺഗ്രസ് ആയിരിക്കില്ല, മറിച്ച് അത് കൃത്യമായി പറഞ്ഞാൽ BJPയും അതുപോലെ സംഘപരിവാറുമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് വെറുതെ പറയുന്നൊരു കാര്യമൊന്നുമല്ല. കാരണം കോൺഗ്രസ് നേതാക്കളെക്കാളും വി.ഡി. സതീശനെ പിന്തുണച്ച പൊതുജനങ്ങളെക്കാളൊക്കെ മറ്റാരെക്കാളും കേരളത്തിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണം എന്നുള്ളത് BJPയുടെ വലിയൊരു രാഷ്ട്രീയ ആവശ്യമായി ഇപ്പോൾ മാറിയിരിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അതിന് കാരണം വി.ഡി. സതീശൻ ഒരു സംഘപരിവാരനായതുകൊണ്ടല്ല, മറിച്ച് ഇനി അങ്ങോട്ടുള്ള 5 വർഷക്കാലം BJPക്ക് അവരുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റി തെളിയിക്കാൻ അല്ലെങ്കിൽ പയറ്റി തെളിയാൻ ഉതകുന്ന വിധത്തിലേക്ക് പൊടുന്നനെ തന്നെ വി.ഡിയുടെ വരവോടെ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം അത്രമേൽ മാറിമറിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതെ, കൃത്യമായി പറഞ്ഞാൽ മുസ്ലിം ലീഗിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും മുന്നിൽ ഉയർത്തിക്കാട്ടി കേരളം ഒരു ഇസ്ലാമിക തീവ്രവാദ ഭീകര രാജ്യമായി അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ് എന്ന തരത്തിൽ ഒരു പ്രത്യേക സ്റ്റേറ്റായി മാറുകയാണെന്ന നിലയിൽ വ്യാപകമായ ക്യാമ്പയിനുകൾ BJP ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കേവലം നമ്മൾ വളരെ ചെറിയൊരു വിഷയമെന്ന രീതിയിൽ തള്ളിക്കളയേണ്ട കാര്യമൊന്നുമല്ല. ഇത്തരത്തിൽ തന്നെയാണ് ബംഗാളിൽ മമതാ ബാനർജിക്കെതിരെ നിരന്തരമായി BJP ക്യാമ്പയിനുകൾ ആരംഭിച്ചിരുന്നത് എന്ന് നമ്മൾ കൃത്യമായി ഇവിടെ ഓർത്തു വെക്കേണ്ടതുണ്ട്. ബംഗ്ലാദേശികളെ കൂട്ടത്തോടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഒരു ഇസ്ലാമിക സ്റ്റേറ്റാക്കി പശ്ചിമ ബംഗാളിനെ മാറ്റാൻ നിരന്തരമായി പണിയെടുക്കുന്ന ആളാണ് മമത എന്ന രീതിയിലാണ് മമതയ്ക്കെതിരെ BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ക്യാമ്പയിനുകൾ ശക്തമാക്കിയത്. ഏറ്റവും ഒടുവിൽ ആ സംസ്ഥാനം BJP പിടിച്ചെടുക്കുകയും മമതാ ബാനർജി ഉൾപ്പെടെയുള്ള തൃണമൂൽ പ്രവർത്തകരെ തല്ലി ഓടിക്കുകയും ചെയ്യുന്ന സാഹചര്യവും അതുപോലെ തല്ലിയടിച്ച് മൂലക്കിരുത്തുന്ന കാഴ്ച വരെ നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ കൃത്യമായി കമ്മ്യൂണൽ പോളറൈസേഷൻ അഥവാ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന് BJP ബംഗാളിൽ പയറ്റി തെളിയിച്ച കാര്യമാണ്. അങ്ങനെ വിജയിച്ച സ്ട്രാറ്റജി കൂടിയാണ്. അതിൻ്റെ മറ്റൊരു രൂപമാണ് കേരളത്തിൽ അവർ തുടക്കം മുതലേ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇത് വെറുതെ നമ്മൾ ചിരിച്ച് തള്ളിക്കളയേണ്ട ഒരു വിഷയമോ അല്ലെങ്കിൽ അങ്ങനെ നിസ്സാരമായി കളയേണ്ട കാര്യമോ അല്ല, മറിച്ച് BJP അല്ലെങ്കിൽ BJP കൊണ്ട് കേരളത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന സ്ഥിരം ഡയലോഗ് അടിച്ച് മിണ്ടാതിരിക്കേണ്ട വിഷയവുമല്ല. കാരണം BJPക്ക് കേരളം വഴങ്ങുന്ന സംസ്ഥാനമാണെന്ന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്തായാലും തെളിയിച്ചിട്ടുണ്ട്. ഇതിനു മുന്നുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പും നമ്മൾ തെളിയിച്ചതാണ്. 3 സീറ്റുകളാണ് BJP ഇത്തവണ വിജയിച്ച് കയറിയത്. അത് CPMന്റെ വലിയ കേന്ദ്രങ്ങളാണ്, അല്ലെങ്കിൽ LDFന്റെ കൈവെള്ളയിലിരുന്ന ശക്തമായ സിറ്റിംഗ് സീറ്റുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ CPM ക്ഷമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ CPM ക്ഷയിച്ചു പോവുകയാണെങ്കിൽ BJP അവിടെ വളരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഹൈന്ദവ വോട്ട് ബാങ്ക് വ്യാപകമായി BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് തന്നെയാണ്. അപ്പോൾ പലരും പറയും BJP ഒരു ഹിന്ദു പാർട്ടിയാണെന്ന്. പക്ഷേ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. CPMന്റെ തകർച്ച എന്ന് പറയുന്നത് അല്ലെങ്കിൽ CPMന് പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ മേഖലയൊക്കെ വലിയ തകർച്ച ഉണ്ടാകുന്നു, വോട്ട് ബാങ്കിൽ വലിയ ചോർച്ച ഉണ്ടാകുന്നു എന്നതിൻ്റെ അർത്ഥം അവിടെ BJP ജയിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തന്നെ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ അർത്ഥം ഉറപ്പിച്ച് വെച്ചോളൂ, ഹിന്ദു വോട്ട് ബാങ്ക് CPMനെ ഉപേക്ഷിച്ച് BJPയിലേക്ക് കാര്യമായി തന്നെ ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതാണ്ട് 30ലധികം മണ്ഡലങ്ങളിൽ BJP 30,000-ലധികം വോട്ട് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർത്തും അകറ്റി നിർത്തപ്പെടേണ്ട, ഒഴിവാക്കി നിർത്തപ്പെടേണ്ട ഒരു പ്രസ്ഥാനമല്ല BJP എന്ന് അവർ ഈ തെരഞ്ഞെടുപ്പിലൂടെ തെളിയിച്ചു എന്ന് തന്നെ വേണം പറയാനും. കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥിരം ഡയലോഗുകളായ കേരളത്തിൽ താമര വിരിയില്ല, കേരളം സംഘികളെ ചവിട്ടി പുറത്താക്കും, സംഘികൾ കേരളത്തിൽ പൂർണ്ണമായും ഒന്നും ചെയ്യാൻ പറ്റില്ല, അവർക്കൊരു പിണ്ണാക്കം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ചാണകത്തിൽ ചവിട്ടില്ല എന്ന വകയുള്ള മാസ് ഡയലോഗുകളൊക്കെ എടുത്ത് അട്ടത്ത് വെച്ചിട്ട് വേണം BJP നടത്തുന്ന പുതിയ രാഷ്ട്രീയ പരീക്ഷകളെ നോക്കിക്കാണാനെന്ന് കൂടി പറയേണ്ടിയിരിക്കും. നോക്കൂ, ഇവിടെ ഒരു വാർത്ത വരുന്നത് വി.ഡി. സതീശൻ്റെ മുഖ്യമന്ത്രി പദം വന്ന മണിക്കൂറുകൾക്കുള്ളിൽ BJP കേരളം എന്ന ഫേസ്ബുക്ക് പേജിൽ ഏതാണ്ട് വന്ന പോസ്റ്റർ എന്ന് പറഞ്ഞാൽ 5ഓളം മുസ്ലിം വിദ്വേഷ പോസ്റ്റുകളാണ്. ഇത് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു നോക്കണം. അതായത് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി കോൺഗ്രസിന്റെ ഔദ്യോഗിക പേജിൽ പോസ്റ്റുകൾ വരുന്നതിനേക്കാൾ വേഗത്തിൽ BJPയുടെ IT സെല്ല് ഉണർന്ന് പ്രവർത്തിച്ചു എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. സകലയിടങ്ങളിലും സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമിയുമാണ് എന്നുള്ള നിലയിലേക്ക് വലിയ തോതിൽ പ്രചരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. നോക്കൂ, കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വന്നൊരു പോസ്റ്റാണ്. ആ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ KS രാധാകൃഷ്ണൻ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് കേരളം മുസ്ലിം തീവ്രവാദികളുടെ ഭരണത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് തുടങ്ങുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. സതീശനെ നിശ്ചയിച്ചത് ഇസ്ലാമിക തീവ്രവാദ ഗ്രൂപ്പുകളാണെന്നുമാണ് ഇതിൽ പറഞ്ഞു വെക്കുന്നത്. അതായത് ബംഗാളിലൊക്കെ പറഞ്ഞതുപോലെ ബംഗ്ലാദേശിലായിട്ടുള്ള ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള മുസ്ലിങ്ങളെ കുറേയേറെ മമതയുടെ ഭരണത്തിലേക്ക് ഇവിടേക്ക് ഇരച്ചു കയറിയിട്ടുണ്ട്. ഇവർ രാജ്യവിരുദ്ധരാണ്, ഇവർ തന്നെയാണ് മമതയുടെ ഭരണം തീരുമാനിക്കുന്ന നിരന്തരമായ ക്യാമ്പയിൻ നടത്തി തന്നെയാണ് ബംഗാളിലെ ഹൈന്ദവ ഭാഗത്തെ BJP പൂർണ്ണമായും ഷിഫ്റ്റ് ചെയ്ത് അവരുടെ കൂടെ കൂട്ടുകയും അതൊരു വലിയ വിജയത്തിലേക്ക് അവിടെ പോവുകയും ചെയ്തു. അപ്പോൾ ഏതാണ്ട് സമാനമായ
എന്നാൽ ചില ഭേദഗതികളോടുകൂടിയുള്ള ഏതാണ്ട് ഒരേ സ്വഭാവത്തിലുള്ള ഒരേ രീതിയിലുള്ള ഒരു പരീക്ഷണമാണ് BJP വി ഡി സതീശൻ്റെ ഭരണത്തിന് പിന്നാലെ അല്ലെങ്കിൽ വി ഡി സതീശൻ്റെ മുഖ്യമന്ത്രി പദത്തിന് പിന്നാലെ കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതിലെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന വിധത്തിലുള്ള തൊടുപുഴയിലെ ചില ലീഗുകാർ വിളിച്ച മുദ്രാവാക്യവും ഇപ്പോൾ BJP വലിയ തോതിൽ ആഘോഷിക്കുന്നുണ്ട്. നോക്കൂ, അവിലും മലരും കുന്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് പോപ്പുലർ ഫ്രണ്ട് വിളിച്ച ആ അവിലും മലരും കുന്തിരിക്കും എടുത്തു വെച്ചോ എന്ന് പറയുന്ന ആ ഒരു സാഹചര്യത്തോടുകൂടി മുസ്ലിം ലീഗുമായി കൂട്ടിക്കെട്ടി, അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ ആ മുദ്രാവാക്യം അവിലും മലരും കുന്തിരിക്കും ഒക്കെ പറഞ്ഞ് RSSകാരെ വധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കൊലവിളി മുദ്രാവാക്യം, ആ നിരോധിത രാജ്യവിരുദ്ധ സംഘടനയുടെ ആളുകൾ വിളിച്ചിട്ടുള്ള മുദ്രാവാക്യത്തിലെ വരികൾ ഈ മുസ്ലിം ലീഗുമായി ചേർത്ത് കെട്ടിക്കൊണ്ടാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഹിന്ദുക്കളെന്ന ഒരു കൃത്യമായ പ്രചരണമാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കാർഡുകൾ എന്ന് പറയുന്നത് BJP കേരളം എന്ന പേജിൽ വന്നിട്ടുള്ള കാർഡുകളാണ്. ആ കാർഡുകളിലെല്ലാം പറയുന്നത് മുസ്ലിം ലീഗിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗാണ് തീരുമാനിക്കുന്നത്, മുസ്ലിം ലീഗ് പറയും, വി ഡി സതീശൻ കേൾക്കും എന്ന തരത്തിലുള്ള ക്ലിപ്പിംഗ്സുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നിങ്ങൾ ആദ്യമേ തന്നെ കണ്ടിട്ടുമുണ്ടാകും. അതാ ഇപ്പോഴും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഇതൊക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതായത് കേരളത്തിൽ നിലനിൽക്കുന്നത് ഒരു മതനിരപേക്ഷതയല്ല, അല്ലെങ്കിൽ ഒരു മതനിരപേക്ഷ കേരളമല്ല, അല്ലെങ്കിൽ മതനിരപേക്ഷ ഭരണകൂടമല്ല, മറിച്ച് മുസ്ലിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദികളും കൈയാളുന്ന ഒരു ഭരണമാണ് നടക്കുന്നത് എന്ന നിലയിലേക്ക് ഇനിയുള്ള പ്രചരണങ്ങൾ മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകാനാണ് BJPയുടെ നീക്കമെന്ന് ഇതിനോടകം തന്നെ വ്യക്തമായിട്ടുമുണ്ട്. ഇത് കൃത്യമായി പ്രതിരോധിച്ചില്ല എങ്കിൽ ഹൈന്ദവ ഭാഗങ്ങൾക്കിടയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും, വലിയ കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം ഹൈന്ദവ ഭാഗങ്ങൾക്കിടയിൽ BJP കേരളത്തിൽ കൃത്യമായി വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വേരൂന്നിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതിൻ്റെ വ്യക്തമായ അടയാളമാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. കാര്യമായ മുന്നേറ്റം 30, 40, 50 മണ്ഡലങ്ങളിൽ BJPക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. വളരെ ചുരുക്കം മണ്ഡലങ്ങളിൽ മാത്രമേ 10,000 താഴേക്ക് BJPയുടെ വോട്ട് ബാങ്ക് പോയിട്ടുള്ളൂ എന്ന് കൂടി മനസ്സിലാക്കണം. അതുപോലെ തന്നെ 30,000-ന് മുകളിലേക്ക് എത്ര മണ്ഡലം ഉണ്ട് എന്നുള്ളത് കൂടി എടുത്തു നോക്കേണ്ട സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ BJP കേരളത്തിൽ പതുക്കെ ആഴത്തിൽ വേരൂന്നിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇനിയും ഈ പറയുന്ന പോലെ BJPക്ക് ഇവിടെ സ്പേസ് ഇല്ല, കാവിക്കൊടി ഇവിടെ പാറില്ല, ഈ ചാണകത്തിൽ ഇവിടെ ആരും ചവിട്ടില്ല, കേരളം എപ്പോഴും പ്രബുദ്ധരാണ് എന്ന രീതിയിലൊന്നും ഇവിടെ ഇനി പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. BJP ഒരിക്കലും വളരില്ല എന്ന് പറയുന്നവർ വിഡ്ഢികളാണെന്ന് പറയേണ്ടി വരും. കാരണം ഒരു കോണ്ടസ്റ്റിൽ, അതായത് ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ ചർച്ച ചെയ്യാൻ. ജമാഅത്തെ ഇസ്ലാമിയും അല്ലെങ്കിൽ മുസ്ലിം ലീഗും ഒക്കെ ചേർന്നുകൊണ്ട് കേരളത്തിന് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നു എന്നത് ഒരു ഗതികെട്ട ഒരവസ്ഥയാണ് എന്ന് ഹിന്ദുക്കളെ എന്ന് BJP ആവർത്തിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വലിയ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഹൈന്ദവ ഭാഗങ്ങൾക്കിടയിൽ വലിയൊരു പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുമുണ്ട്. വലിയ തോതിലുള്ള ചിന്തകളിലേക്ക് ഈ കാര്യങ്ങൾ മാറി മറിയുകയും ചെയ്യും. അങ്ങനെ BJPക്ക് അനുകൂലമായ ഒരു വലിയ സാഹചര്യം 5 വർഷം കൊണ്ട് ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. 2031 അങ്ങനെയെങ്കിൽ BJP ഇവിടെ ഭരിക്കുകയും ചെയ്യും. ബംഗാൾ മോഡലിനേക്കാളും ശക്തമായ രീതിയിൽ BJP ഇവിടെ ഭരിക്കുമെന്നുള്ളതാണ് BJPയുടെ ഒരു വലിയ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. BJPയുടെ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള പ്രമുഖ നേതാക്കൾ 2031 BJP ഇവിടെ ഭരിക്കുമെന്ന് കൃത്യമായി BJP ഭരിക്കുള്ളെന്നും 2031 മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നും വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് കേരളത്തിൽ 2031 BJP ആയിരിക്കും മുഖ്യമന്ത്രി തീരുമാനിക്കുക എന്ന് അവർ വ്യക്തമായി ഇതിനോടൊപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയൊരു ക്യാമ്പയിനാണ് ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ നടക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട പോസ്റ്റ് ഇവിടെ BJP വ്യാപകമായി ഷെയർ ചെയ്യുന്ന ഒരു പോസ്റ്റാണ്. തൊടുപുഴയിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായതിൻ്റെ ആഘോഷ പ്രകടനം നടക്കുകയുണ്ടായി. ആ പ്രകടനം നടത്തിയത് യൂത്ത് കോൺഗ്രസോ അങ്ങനെ ആരുമല്ല, പനിച്ച് മുസ്ലിം ലീഗും യൂത്ത് ലീഗുമാണ്. ഈ പ്രകടനത്തിൽ ഉയർന്ന മുദ്രാവാക്യങ്ങൾ ഇതാണ്. നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. ഇത് തന്നെയാണ് NSS SNDP നേതാക്കളും പറഞ്ഞത്. വി ഡി സതീശൻ മുസ്ലിം ലീഗ് നോമിനിയാണെന്നും ഇനി അങ്ങോട്ട് കേരളം ഭരിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗാണെന്നും, എന്നിട്ട് അതേ കാര്യം വിളിച്ചു പറഞ്ഞ് പ്രകടനം നടത്തി അവരെ തെറി പറയുന്നു. കോൺഗ്രസിനെ സെക്യുലർ ഹിന്ദുക്കളുടെ സൂക്കേട് മാറിക്കിട്ടാൻ ഇത് ഉപകരിക്കും, ജനങ്ങളെ നിങ്ങൾ തിരിച്ചറിയൂ, ഇവർ ഹിന്ദുക്കളെ പറ്റിയാണ് അല്ലെങ്കിൽ പറ്റിക്കുകയാണ്, മുസ്ലിം ഭരണമാണ് ഇവിടെ വരുന്നത്. ആ നിലയിലേക്ക് ഒരുപാട് പോസ്റ്റുകൾ ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കിടക്കുന്ന സാഹചര്യമുണ്ട്. പാണക്കാട് ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് പാണക്കാടാണ്, പച്ചയിട്ട പാണക്കാട്
നിലപാട്. മുസ്ലിങ്ങളാണ് ഇവിടെ ഭരിക്കുന്നത്, മുസ്ലിം മതവിഭാഗത്തിൻ്റെ കൺട്രോളിലേക്കാണ് കേരളത്തിലെ ഭരണം മാറാൻ പോകുന്നത്, കേരളം തകരാൻ പോവുകയാണ്, ജനങ്ങളെ നിങ്ങൾ രക്ഷിക്കാൻ ഇവിടെ ഇനി BJP മാത്രമേ ഉള്ളൂ, സംഘപരിവാറാണ് ഏക നിങ്ങളുടെ രക്ഷ എന്ന രീതിയിലൊക്കെ ഇവരിപ്പോഴത്തെ പ്രചരണം തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഏറ്റവും ഒടുവിൽ BJP യുടെ നടത്തുന്ന ക്യാമ്പയിൻ്റെ അന്തിമമായ വാക്കെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. അതായത് ഇസ്ലാമിക ഭീകരവാദ ഭരണത്തിൽ നിന്നും കേരളത്തെ രക്ഷിക്കാൻ ഞങ്ങളിതാ പുറപ്പെട്ടിരിക്കുകയാണ്, BJP മാത്രമേ ഉള്ളൂ ഇനി, ഇതാണ് ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇത് ഒരേ സ്വഭാവത്തിലുള്ള ഒരേ തലത്തിലുള്ള നിരവധി പോസ്റ്റുകൾ നിരവധി രീതിയിൽ പലതരത്തിലുള്ള രീതിയിൽ തന്നെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് പോസ്റ്റുകളാണ് ഒരേ സമയം വിവിധ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നും പോസ്റ്റ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പേജുകളും ചാനലിലൂടെയൊക്കെ പറന്നു പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് ഈ സാധനം. നിങ്ങൾ ഇത് മിക്കവാറും കോൺഗ്രസിൻ്റെ അവസാന ഭരണമായിരിക്കും. കാരണം പണ്ടും UDF അധികാരത്തിൽ വന്നാൽ ലീഗ് കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യും, ലീഗിൻ്റെ വകുപ്പ് പണം വാങ്ങി തൂക്കി നിൽക്കും. അതുപോലെ തന്നെ ഇത്തവണ 10 കൊല്ലം കഴിഞ്ഞാണ് അധികാരത്തിൽ കോൺഗ്രസ് എത്തുന്നത് അല്ലെങ്കിൽ UDF എത്തുന്നത്. അതിനാൽ തന്നെ ലീഗ് അണികൾ കണക്ക് കൂട്ടാവുന്ന സകല തെമ്മാടിത്തരം അല്ലെങ്കിൽ കാണിച്ചു കൂട്ടാവുന്ന എല്ലാ തെമ്മാടിത്തരങ്ങളും കാണിക്കുമെന്നും ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല എന്നും ജമാഅത്ത് ഇസ്ലാമിയുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന തീവ്രവാദം മറനീക്കി പുറത്തു വരുമെന്നും SDPI PFI ഒക്കെ തലവെക്കുമെന്നും സതീഷിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും ഇങ്ങനെയൊക്കെ മുതലെടുക്കാൻ മറുവശത്ത് BJP കണ്ണും കാതും കൂർപ്പിച്ചിരിക്കുന്നു എന്നുകൂടി മനസ്സിലാക്കണം. ഇതെല്ലാം പറയുന്നത് BJP ആണ്. ലീഗിൻ്റെ അപ്രമാദിത്വം ക്രിസ്ത്യൻ സഭകൾക്ക് ഇഷ്ടമാകുന്നില്ല. ഇവിടെ ഒരു കൺസോളേഷൻ നടക്കുകയും അതിൻ്റെ ഗുണം അടുത്ത തിരഞ്ഞെടുപ്പിൽ കിട്ടുമെന്നാണ് BJP പോസ്റ്റുകളെല്ലാം പറയുന്നത്. ഈ രീതിയിലുള്ള നിരവധി പോസ്റ്റുകളാണ് BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സംഘപരിവാർ സൈബർ ഹാൻഡിലുകളിൽ നിന്നെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഹൈന്ദവ ഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഹൈന്ദവ ഭാഗങ്ങളിൽ നിന്ന് കൂടുതലായി ആളുകൾ BJPയിലേക്ക് എത്തണമെന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളത് കൂടിയാണ്. പ്രാഥമികമായി കേരളത്തിലൊരു അടിത്തറ ഉണ്ടാക്കുന്നത് BJP ഈ തെരഞ്ഞെടുപ്പോടുകൂടി വിജയിച്ചിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഈ രീതിയിൽ BJP കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതാണെങ്കിൽ അത് BJPക്ക് വലിയ നേട്ടമുണ്ടാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയും ചെയ്യുമെന്നതിൽ വലിയ തർക്കമൊന്നും വേണ്ട. കാരണം കേരളം BJPക്ക് ബാലികേറ മലയാണ് എന്ന വാദമൊക്കെ ഇപ്പോൾ പൊളിഞ്ഞു തുടങ്ങിയിട്ടുമുണ്ട്. BJP വിചാരിച്ചാൽ ഇനിയും വലിയ നേട്ടം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന കാര്യത്തിലും യാതൊരു സംശയവും വേണ്ട. ആ നിലയിലേക്ക് കേരളത്തിൻ്റെ മണ്ണ് പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ VD സതീശനും മുസ്ലിം ലീഗും UDFും ഒക്കെ കരുതലോടുകൂടി മുന്നോട്ട് പോയില്ല എങ്കിൽ അത് BJPക്ക് വലിയ അവസരങ്ങളായിരിക്കും തുറന്നിടുക. അതിൽ യാതൊരു തർക്കവും വേണ്ട, യാതൊരു സംശയവുമില്ല.